മറ്റൊരു വാർത്തയിലേക്ക്. കോട്ടയം പാല പൂവരണിയിൽ ഒരു കുടുംബത്തിലെ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. അച്ഛനും അമ്മയും 3 കുട്ടികളുമാണ് മരിച്ചത്. അകലക്കുന്നം ഞണ്ടുപാറ സ്വദേശി ജെയ്സണും ഭാര്യയും 3 കുട്ടികളുമാണ് മരിച്ചത്. ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ജെയ്സൺ തോമസ് ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, ഈ സംഭവത്തെക്കുറിച്ച് പോലീസിന്റെ വിശദീകരണം എങ്ങനെയാണ്? ലിബീഷ്, അതിദാരുണമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്നത്. ഈ കോട്ടയം പാലക്കടുത്ത് പൂവരണിയിലാണ് ജെയ്സൺ, ഭാര്യ മെറീന, മക്കളായ ജെറാൾഡ്, ജെറീന, ജെറിൻ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് നൽകുന്ന പ്രാഥമിക വിവരപ്രകാരം ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ജെയ്സൺ ജീവനൊടുക്കി എന്നതാണ്. കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും പോലീസ് പറയുന്നു. പൂവരണിയിൽ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനുള്ളിൽ കട്ടിലിൽ വെട്ടേറ്റ് രക്തം വാർന്ന നിലയിലാണ് ഭാര്യയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഭാര്യയെ ജെയ്സൺ വെട്ടിക്കൊലപ്പെടുത്തിയതാണ്. അതിനുശേഷമാണ് ഈ 3 കുഞ്ഞുങ്ങളെയും ജെയ്സൺ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. മക്കളായ ജെറാൾഡിന് 4 വയസ്സും ജെറീനയ്ക്ക് 2 വയസ്സും ജെറിന് 7 മാസം മാത്രമാണ് പ്രായമുള്ളത്. ഭാര്യ മെറീന 28 വയസ്സുകാരിയാണ്. അതിദാരുണമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. പൂവരണി കൊച്ചുകൊട്ടാരം ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു കുടുംബം. അച്ഛനും അമ്മയും 3 കുട്ടികളും. ഒരു കുടുംബത്തിലെ ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ 5 പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് നൽകുന്ന പ്രാഥമിക വിവരപ്രകാരം സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഈ ദാരുണമായ കൊലയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ലിബീഷ്. ശരി നിതിൻ. കോട്ടയം പാല പൂവരണിയിൽ ഒരു കുടുംബത്തിലെ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. അച്ഛനും അമ്മയും 3 കുട്ടികളുമാണ് മരിച്ചത്. അകലക്കുന്നം ഞണ്ടുപാറ സ്വദേശി ജെയ്സണും ഭാര്യയും 3 കുട്ടികളുമാണ് മരിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്.